ladies and gentlemen, this is the KCL Media Awards 2025 and we are ready to kickstart the evening. കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണുമായി ബന്ധപ്പെട്ട് KCL പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പോർട്സ് അവാർഡുകൾ നൽകുകയാണ്. മാധ്യമരംഗത്തെ സ്പോർട്സ് റിപ്പോർട്ടിംഗിൽ ഏറ്റവും മികവ് പുലർത്തിയ ജേർണലിസ്റ്റുകൾക്ക് അവാർഡ് നൽകുന്ന നിശയിലാണ് ഇപ്പോൾ മംഗളം TV. സിനിമ കായിക മേഖലയിലെ മികവ് പുലർത്തിയ നിരവധി പ്രമുഖർ ഇന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ തേടാം. KCL പുതിയൊരു തരത്തിൽ ക്രിക്കറ്റിനെ ഇപ്പോൾ കേരളത്തിൽ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ കായിക താരങ്ങൾക്ക് ഇത്തരം സംരംഭങ്ങൾ ഒരുപാട് വളർച്ചയുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസണെ പോലെയുള്ള കായിക താരങ്ങൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സംരംഭത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ല കാര്യമാണ്. കൂടുതൽ കളികൾ വരുമ്പോൾ കൂടുതൽ പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല പ്ലേയേഴ്സിനൊക്കെ കൂടുതൽ എക്സ്പോഷർ കിട്ടും. വെളിയിൽ കളിക്കാൻ പോകാൻ പറ്റും. ഇന്ത്യൻ ടീമിലൊക്കെ ചെന്നെത്താൻ സാധിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. വളരെ നല്ല കാര്യം തന്നെയാണ് KCL ചെയ്യുന്ന വെരി ഗുഡ് എന്താ പറയുക ഒരു ജസ്റ്ററാണ് KCL നടക്കുന്നതും. ഇപ്പം തന്നെ അതിൻ്റെ നമ്മുടെ ഈ ഓപ്ഷൻ റേറ്റ്സൊക്കെ കൂടുന്നത് തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ ഒരു എത്രമാത്രം പ്രൊമോട്ടഡ് ആകുന്നു, എത്രമാത്രം ഫേമസ് ആകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. സ്പോൺസേഴ്സിൻ്റെയൊക്കെ എണ്ണം കൂടുന്നതും അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ കണക്ക് കൂടുന്നതും ഒക്കെ വരുന്നതൊക്കെ നല്ലത് തന്നെ. മെൻസ് നാഷണൽ ടീമുകളിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത് ഇന്നൊക്കെ സുപരിചിതരായ താരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ വനിതാ ടീമുകളിലേക്ക് മിന്നുമണി ഉൾപ്പെടെ 5 കളിക്കാരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചു. ഈ ലീഗ് ഇത്രയും വലിയൊരു വിജയമാക്കാൻ വേണ്ടി അതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് തീർച്ചയായും ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളാണ്. അവരുടെ ഒരു പിൻബലമില്ലായിരുന്നുവെങ്കിൽ ഈ ലീഗ് ഇത്രയും വലിയൊരു വിജയമാകില്ലായിരുന്നു. മുമ്പേ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടർമാരുടെ ആ ഒരു അത്ര കണ്ടിട്ടുള്ള ആത്മാർത്ഥമായ ഒരു മനോഭാവം, അതിൽ നിന്നാണ് KCL മീഡിയ അവാർഡ്സ് എന്ന ഒരു പദ്ധതി ഞങ്ങൾ രൂപം കൊടുത്തത്. ഇനിയും നമുക്ക് സഞ്ജു സാംസൺമാരുണ്ടാവണം, പുത്തൂർ, അത് കണക്കുള്ള ഇഷ്ടം പോലെ താരങ്ങൾ നമ്മുടെ പൂളിലുണ്ട്. ഇനിയിപ്പം 11-ാം തീയതിയാണ് അതിൻ്റെ ലേലം നടക്കാൻ പോകുന്നത്. എന്തായാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വീണ്ടും പിന്തുണ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസൺ ആരംഭിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട യുവജനക്ഷേമ സ്പോർട്സ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ OJ ജനീഷ് കുമാർ. കേരളത്തിലെ മാധ്യമങ്ങളിൽ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളെ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞ് ഞാൻ സ്പോർട്സ് മന്ത്രിയായി വന്നതിന് ശേഷം തന്നെ പരിചയപ്പെട്ടതും അതിനുശേഷമുള്ള പല കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. വളരെ മൈന്യൂട്ടായി ഒബ്സർവ് ചെയ്യുകയും കായിക മേഖലയിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അവരെല്ലാം ഒരു വാർത്ത ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ ഒരു സ്പോർട്സ് താരത്തെ ജനങ്ങൾക്കിടയിൽ നിരന്തരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനത്തിനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയും നമ്മുടെ പ്രതിഭകൾ അംഗീകരിക്കപ്പെടുകയും നമ്മൾ കുറേ കൂടി വിസിബിൾ ആവുകയും നമ്മൾ കുറേ കൂടി സൗണ്ട് ആവുകയും ഫിനാൻഷ്യലിയും അല്ലാതെയും സൗണ്ട് ആവുകയും കോൺഫിഡൻ്റായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ മാത്രമാണ് ഏതൊരു ഗെയിംസിനെ സംബന്ധിച്ചും ഒരു താരത്തെ സംബന്ധിച്ചൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് KCL ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അത് കൂടുതലായും മാധ്യമങ്ങൾ കേരളത്തിനകത്ത് ഈ ആഭ്യന്തര ടൂർണമെൻറ്റുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമുണ്ടാകുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആരാധിച്ചു, സൗരവ് ഗാംഗുലി ആരാധിച്ചു, ദ്രാവിഡിനെ ആരാധിച്ചു, പിന്നെ കാംബ്ലെ ആരാധിച്ചു, വിനോദ് കുംബ്ലെ ആരാധിച്ചു, അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിലേക്ക്
നമ്മുടെ മലയാളികളായ കുറേ ചെറുപ്പക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ KCLൻ്റെ ഈ ഒരു ലീഗിന് അത് വലിയ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി സാധിക്കും. ആ തരത്തിൽ ഒരുപാട് പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ KCL ലീഗിന് സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Print media, the best print comprehensive coverage award goes to Kerala Kaumudi. We request Ansar Raj to come on stage to receive the award. KCA കോഫി ടേബിൾ ബുക്ക് അടങ്ങുന്ന സമ്മാനമാണ് നമ്മൾ നൽകുന്നത്. റേഞ്ചർ എന്ന പേരുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുറത്തിറക്കിയ കോഫി ടേബിൾ ബുക്കാണ്.